പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ടിപ്പാണ്. നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് തലയിൽ എപ്പോഴും ഇപ്പോൾ പേനും ഈരും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതെങ്ങനെ കളയാമെന്നുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. വളരെ സിമ്പിളാണ്. നമുക്ക് വീട്ടിൽ കിട്ടാവുന്ന സാധനങ്ങളേ ഉള്ളൂ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് അത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. പിന്നെ അത് കൂടാതെ ഞാനിപ്പോൾ എൻ്റെ തലയിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം ശ്രീമോൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് അവളെ തലയിൽ ചെയ്ത് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ തലയിൽ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ സാധനങ്ങൾ നോക്കാം. എന്നിട്ട് അതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. അങ്ങനെ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ നമുക്ക് എന്താ നോക്കാം. അപ്പോൾ ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഞാനിവിടെ തൊലി കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു വലിയ സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. അങ്ങനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കൂടുതൽ വേണ്ട, ഒരു കുറച്ച് മതി. നിങ്ങൾ ഉള്ളി എടുക്കുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മളത് അരച്ചതിന് ശേഷം ഇതിൻ്റെ നീര് നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. പിന്നെ ഇതിൽ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം വിനാഗിരി ചേർത്ത് കൊടുക്കുക. അപ്പോൾ വിനാഗിരി ചേർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഒരല്പം മതി. അപ്പോൾ നമുക്കതൊരു 1/4 ടീസ്പൂൺ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഏത് എണ്ണയാണോ തലയിൽ തേക്കാറെന്ന് വെച്ചാൽ ആ എണ്ണ എടുക്കുക. ഞാൻ ഇപ്പോൾ സാധാരണ വെളിച്ചെണ്ണയാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ഏത് എണ്ണയാണോ തേച്ച് കൊടുക്കാറ്, ചിലപ്പോൾ കാച്ചി വെളിച്ചെണ്ണയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ എണ്ണ തേച്ച് കൊടുക്കുക. എന്നിട്ട് ആദ്യം തന്നെ മുടിയുടെ ജടയൊക്കെ നന്നായിട്ട് കളയുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കളഞ്ഞെടുത്താണ്, എന്നാലും ഒന്നും കൂടി ഒന്ന് ജടയൊക്കെ നന്നായിട്ട് കളയുക. ഈ ജടയൊന്നും ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് 2 പാർട്ടായിട്ട് ഇട്ടതിന് ശേഷം നമുക്ക് 2 ഭാഗത്ത് ജടയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിത് എങ്ങനെയാണെന്ന് ചെയ്യാൻ നോക്കാം. ഇനി ഇത് അടുത്ത സ്റ്റെപ്പ് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ എടുത്തിട്ട് നമുക്ക് തലയിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് കൊടുക്കുക. നമ്മൾ ഈ ഒരു ലൈന് തേച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ തേച്ചാലേ നമുക്ക് പേനൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ തേച്ച് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് മുടി ഇങ്ങനെ ഓരോ പാർട്ടായിട്ടിട്ട് വേണം കേട്ടോ തേച്ച് കൊടുക്കാൻ വെളിച്ചെണ്ണ. അങ്ങനെ തേച്ചതിൻ്റെ ശേഷം ഒന്ന് മസാജൊക്കെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിതാ ഉണ്ടാക്കി വെച്ച ഈ ഒരു ലൈനില്ലേ, അത് ഒരു കോട്ടനിലോ അല്ലെങ്കിൽ ഒരു തുണിയിലോ ഇതേപോലെ മുക്കിയിട്ട് തലയിൽ ഓരോ ഭാഗത്ത് ഇങ്ങനെ തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ റൂട്ടിലൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ കുട്ടികൾക്ക് തേച്ച് കൊടുക്കുന്ന സമയത്ത് ചെറിയൊരു ചൊറിച്ചിലൊക്കെ ഉണ്ടാവും കേട്ടോ. കാരണം അത് കുഴപ്പമില്ല, നമ്മളിങ്ങനെ ഓരോ പാർട്ടായിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി. എന്നിട്ട് സവാളയൊക്കെ അല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു നീറ്റലും ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് തേച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് തന്നെ മസാജ് ചെയ്യുക. എന്നിട്ട് മസാജ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ അപ്പം തന്നെ ഒരു പേൻചീർപ്പ് എടുത്തിട്ട് മുടി നന്നായിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് തലയിലുള്ള പേനൊക്കെ കിട്ടും. അപ്പോൾ ഇപ്പം ഞാൻ പേൻചീർപ്പ് എടുത്ത് ചെയ്യുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതിന് മുന്നേ തന്നെ ചെയ്യുക. എന്നിട്ട് ഇതുപോലെ കെട്ടി വെക്കുക. ഒരു 1/2 മണിക്കൂർ നമ്മളിത് തലയിൽ വെക്കുക. 15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതേപോലെ ചൊറിച്ചിൽ വരും കേട്ടോ. നന്നായിട്ട് പേൻ കടിക്കും. അപ്പോൾ പേനുകൾക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ കഴിയില്ലേ. അങ്ങനെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ തല നന്നായിട്ട് ഉണങ്ങിയതിൻ്റെ ശേഷമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എണ്ണയൊക്കെ തേച്ച് കൊടുത്ത് തലയിൽ ഉള്ളിയുടെയൊക്കെ നീര് തേച്ച് പിടിപ്പിക്കുമല്ലോ, അത് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് തന്നെ ചീർപ്പോണ്ട് ചെയ്യുക. അപ്പോൾ ഈ പേൻ ചീർപ്പില്ലേ, അതുകൊണ്ട് നന്നായിട്ട് തന്നെ ചെയ്യുക. പിന്നെ ഈ ഓൺലൈനിലൊക്കെ കിട്ടും കേട്ടോ വാങ്ങാൻ വേണ്ടിയിട്ട് ചീർപ്പ്. അതിലൊക്കെ നല്ലോണം കിട്ടുമെന്ന് പറയുന്നത്, പക്ഷേ എൻ്റെ കയ്യിൽ അതില്ല. അപ്പോൾ അതുള്ളവർ അങ്ങനെ ചെയ്യാൻ മതി. ഞാനിത് തലയിൽ തേച്ച് പിടിപ്പിച്ചപ്പം തന്നെ ചീകാതെ തന്നെ എനിക്ക് ഒരു 2 പേന കിട്ടി കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പോൾ ഒന്നാമത്തെ പേൻ കുറവായിരിക്കും. ശ്രീമോൾ സ്കൂളിലൊന്നും പോകാത്തതുകൊണ്ട് നമ്മൾ വീട്ടിലല്ല ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ പുതിയ ടിപ്സായിട്ട് നമുക്ക് പിന്നെയും കാണാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.